കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് വളരെ അടുത്തായിട്ട് ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന വീടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് മാത്രമല്ല എടപ്പള്ളി ഭാഗത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ്. മെട്രോ സ്റ്റേഷൻ വളരെ അടുത്താണ്, ന്യൂ ആർട്സ് കോളേജ് വളരെ അടുത്താണ്, വരാൻ പോകുന്ന ക്യാൻസർ റിസർച്ച് സെൻറ്ററിനോടും വളരെ അടുത്തായിട്ടുള്ളൊരു പ്രോജക്റ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 4 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1930 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റിയാണ്. നമ്മളിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. വീതിയുള്ള ഇന്റേണൽ റോഡാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ 2 വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് പാസ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബോക്സി ഡിസൈനാണ് എലവേഷൻ വന്നിരിക്കുന്നത്. മതിലിൻ്റെ പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ തന്നെ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ഇത് കൂടാതെ സ്ക്വയർ ട്യൂബിൽ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 2 പില്ലറിലും ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്കാണ് വരുന്നത്. സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റും ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ പോർച്ചിലേക്കാണ് വരുന്നത്. കോബിൾ സ്റ്റോൺ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. പോർച്ചിനകത്ത് പവർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്, ഇത് സൗത്ത് സൈഡാണ്, അത് നോർത്ത് സൈഡുമാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയായിട്ടാണ് പോർച്ച് വന്നുള്ളത്. ഇനി മറ്റൊരു വാഹനം, 2ാമത്തെ വാഹനം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഒരു വാഹനം നമ്മുടെ പോർച്ചിലും ഒരു വാഹനം ഇവിടെയും ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ വെല്ല് വന്നുള്ളത്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. വെള്ളത്തിനകത്ത് എടുക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് KW വാട്ടർ കണക്ഷനും എടുക്കാവുന്നതുമാണ്. ഇനി നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് നിന്നും വീടിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. നമുക്ക് അകത്തേക്ക് വരാം. വീടിൻ്റെ ഡോറ് വന്നിരിക്കുന്നത് ടീക്ക് വുഡിൽ ചെയ്തിട്ടുണ്ട്. 2 പീസ് ഡോറാണ് വന്നിരിക്കുന്നത്. വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ. നേരെ നമുക്ക് ലിവിങ്ങിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ തന്നെയാണ്. ഇവിടെ നമുക്ക് കോർണർ സോഫ സെറ്റിയൊക്കെ ഇടാവുന്നതാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കോമൺ ലിവിങ് സ്പേസ് ആയിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിൽ വിൻഡോസ് 1 വിൻഡോസാണ് വന്നുള്ളത്. ഇത് ഏകദേശം ഈസ്റ്റ് സൈഡായിട്ട് വരികയും ചെയ്യും. ഇവിടെയായിട്ട് 3 പാളി ജനലും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ് നമ്മൾ. ഡൈനിങ്ങും ലിവിങ്ങും തമ്മിലുള്ള സെപ്പറേഷനാണ്. ഭംഗിയായിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. വിത്ത് കോർട്ട്യാർഡോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മേലെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്ന ഒരു ജാളി ഡിസൈനിലാണ്. താഴെ മനോഹരമായിട്ട് പ്ലാന്റ്സുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ കോർട്ട്യാർഡ് ഒരുക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ ഒരു വിഷൻ നമുക്ക് കിട്ടുന്നത് ഒരു ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെയായിട്ട് നമുക്ക് ടൈലിൻ്റെ ഒരു കളർ പാറ്റേണിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. വുഡിൻ്റെ ടെക്സ്റ്റുള്ളൊരു ടൈലാണ് വന്നിട്ടുള്ളത്, മാറ്റ് ഡിസൈനിൽ. ഇവിടെയായിട്ടാണ് നമുക്ക് TV സ്പേസ് കിട്ടിയിട്ടുള്ളത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫൈബർ ലാമിനേഷൻ വർക്ക് വരുന്നുണ്ട്. മേലെ മനോഹരമായിട്ട് ഫാസിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഏരിയയും കൂടിയാണ്. ഇനി സ്റ്റെയറിനടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം താഴ്ത്തിയാണ് ചെയ്തിട്ടുള്ളത്. വശങ്ങളെല്ലാം ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. പേബിൾസോ ഗ്രീൻ മാറ്റോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വീണ്ടും വരികയാണ്. ഒരു കോർണറിൽ ഒതുങ്ങി മാറിയിട്ടാണ് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. പുതിയ രീതിയിലുള്ള മിറർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അവിടെ ടവൽ റാഡ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു ഫൈബർ ലാമിനേഷൻ വർക്കും വരുന്നുണ്ട്. ഇനി നമ്മൾ കിച്ചണിലേക്ക് വരികയാണ്. കിച്ചണിൽ ഓപ്പൺ കിച്ചണായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫാണിത്. ഇതിനകത്ത് നമുക്ക് ക്രോക്കറി സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. നേരെ കിച്ചൻ്റെ അകത്തേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. അപ്പം ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോബും ഒക്കെ വയ്ക്കാവുന്നതാണ്. കയ്യെത്തുന്ന ദൂരത്തെല്ലാം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഒരു ലെങ്തി
ഡിസൈനിൽ അത് ലെങ്തി ആയിട്ടുള്ള ഒരു എൽ ഷേപ്പിലാണ് ഇതിനെ ഗ്രാനൈറ്റ് കൊടുത്തുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ ധാരാളം വന്നിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ക്വാളിറ്റി ഉള്ളൊരു സിങ്കും 2 ടാപ്പും വന്നിട്ടുണ്ട്. ടാപ്പ് വന്നിരിക്കുന്നത് സിറയുടെയാണ്. പിന്നെ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഫ്രിഡ്ജ് ആണെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഡബിൾ ഡോർ ആണെങ്കിൽ കൂടി സ്പേസ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കാവുന്നതുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ വർക്ക് ഏരിയയിലേക്ക് വരാം. കവേർഡാണ്, മാത്രമല്ല ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ഡോറ് കൊടുത്തിട്ടുണ്ട് ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ. ഇവിടെ ആയിട്ട് ഒരു വാഷിംഗ് മെഷീൻ്റെ ഒരു പവർ പോയിന്റ്, വാട്ടർ പോയിന്റ്, പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം താഴെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാവുന്നതുമാണ്. ഇനി നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ്. 12 അടി നീളവും 12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഒരു സൈഡിൽ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്. ഇതുകൂടാതെ ഇവിടെ 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. AC പോയിന്റ് വരുന്നുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഇത് കൂടാതെ തന്നെ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് വാഷ് ബേസിനാണ്. പെഡസൽ ടൈപ്പ് സെറയുടെ ഫിറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. മിറർ, ലൈറ്റ്. ഇവിടെയായിട്ട് ഡയവേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതും ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിൽ. അപ്പോൾ മേലെ ഹീറ്ററിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ളൊരു ബാത്റൂം കൂടിയാണ്. ഇതിന് ഫൈബർ ഡോറാണ് വന്നുള്ളത്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് കയറുകയാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിലാണ്. ഗ്രാനൈറ്റാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈസി ആയിട്ട് മേലേക്ക് കയറാം. കയറി ഒന്ന് ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറുന്ന രീതിയിൽ. ഈ ലാൻഡിങ് പൊസിഷൻ്റെ ഇവിടെയായിട്ട് പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസും കൊടുത്തിട്ടുണ്ട്. അത് വീടിൻ്റെ എലവേഷൻ്റെ ഭാഗമായി വരുന്ന ഡിസൈനും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. അപ്പർ ലിവിങ് സ്പേസിൽ മേലെയായിട്ട് ഫാൾ സീലിങ്ങിൽ ഗംഭീരമായിട്ടുള്ള ഡിസൈനുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന ഭിത്തി, ആദ്യത്തെ ഭിത്തി തന്നെയായിട്ട് ഒരു ടെക്സ്റ്റർ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ പാറ്റേണുമാണ്. ഇനി ഇവിടെയും നമുക്ക് TV സ്പേസ് ഉണ്ട്. നമുക്കിവിടെ TV വയ്ക്കാവുന്നതാണ്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി കമ്പ്യൂട്ടർ സ്പേസിനായിട്ട് നമുക്ക് ഈ സ്പേസ് ധാരാളമാണ്. ഈ സ്പേസിൽ നമുക്ക് കമ്പ്യൂട്ടറും മറ്റും അല്ലെങ്കിൽ ഒരു റീഡിംഗ് സ്പേസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. താഴത്തെ അതേ പൊസിഷനിലുള്ള ബെഡ്റൂമാണ്. ഇവിടെ ബേ വിൻഡോയ്ക്ക് പകരം ഒരു കമ്പ്യൂട്ടർ ടേബിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുഷൻ ആഡ് ചെയ്താൽ നമുക്കതിന് അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. അവിടെയായിട്ട് നമുക്കൊരു മിറർ വരാനുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നീളം 12 അടി നീളവും 12 അടി വീതിയുമാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും AC പോയിന്റും വരുന്നുണ്ട്. നേരെ ഇതിൻ്റെ ബാത്റൂം നോക്കാം. കയറി വരുമ്പോൾ തന്നെയായിട്ട് വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ജാഗ്വറിൻ്റെ ഡയവേറ്റർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റൊക്കെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട്. അപ്പം നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. ഇനി നമ്മൾ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഇത് വരുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് കോർണർ ഡിസൈനിലുള്ള വിൻഡോസാണ് വന്നുള്ളത്. അപ്പം നമുക്ക് വിസിബിളാണ്. ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ വിസിബിളാണ്. ഇതുകൂടാതെ ഇവിടെയായിട്ടാണ് ഇതിൻ്റെ കബോർഡ് വന്നുള്ളത്. ഒരു ടേബിളും കിട്ടിയിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരികയാണ്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡയവേറ്റർ, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്. ഒരു സാധനം പോലും കുറയ്ക്കാത്ത രീതിയിൽ, അതായത് എല്ലാ ഫിറ്റിങ്സും നമുക്ക് എല്ലാ ബാത്റൂമിലും കിട്ടുന്നുണ്ട്. ഹീറ്റർ വയ്ക്കാവുന്ന രീതിയിൽ എല്ലാ 3 ബാത്റൂമിലും ഹീറ്റർ വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി സ്പേസാണ്. ഇവിടെ പവർ പോയിന്റ് വരുന്നുണ്ട്. അവിടെ 2 പവർ പോയിന്റ് വരുന്നുണ്ട്. വാട്ടർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാം. അത് കൂടാതെ തന്നെ അയൺ ടേബിളിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻവെർട്ടറിനാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണ് അതിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസിലാണ് ഇൻവെർട്ടറിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത്. അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാവുന്നതാണ്.
ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറുന്ന രീതിയിൽ വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഹാൻഡിലെല്ലാം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ മേലെ ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. കവേർഡ് ബാൽക്കണിയാണ്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ ബോക്സി ഡിസൈനൊക്കെ വരുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. സൈഡിൽ നമുക്ക് സ്പേസ് വരുന്നുണ്ട്, പ്ലാന്റ്സുകളൊക്കെ വയ്ക്കാവുന്നതാണ്. ഇതിനെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഹാൻഡ് റെയിലിൻ്റെ. അത് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. ഇറങ്ങാനുള്ളൊരു സ്പേസും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഓപ്പൺ ബാൽക്കണി ആയിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാവുന്നതാണ്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 4 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1930 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. കളമശ്ശേരി വളരെ അടുത്തായിട്ടുള്ളൊരു വില്ലയും കൂടിയാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 88 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ലോൺ ആവശ്യമായിട്ടുള്ള പേപ്പർ വർക്കുകളും രജിസ്ട്രേഷൻ പർപ്പസിന് ആവശ്യമായിട്ടുള്ള പേപ്പർ വർക്കുകളും എല്ലാം നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളും നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ വീടുകൾ അതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യാം.